ശിവരാത്രി മഹാത്മ്യം എല്ലാ മാസവും ശിവരാത്രി സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഈ വരുന്ന ഫെബ്രുവരി 26-ന് മഹാശിവരാത്രിയാണ്. എന്താ ഇത്ര പ്രത്യേകത? മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. കാരണം പണ്ടുള്ള കാരണന്മാർ പറയാറുണ്ട്, ഉറക്കം ഒഴിക്കണം എന്നാ പറയാ. എന്ന് വെച്ചാൽ മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ സമയത്ത് പ്രകൃതിയിൽ ശക്തമായിട്ടുള്ള ഊർജ്ജ ചൈതന്യങ്ങൾ വധിക്കുന്ന സമയമാണ്. എങ്ങനെയാണെന്നല്ലേ? എന്ന് വെച്ചാൽ ഇപ്പോൾ ഉത്തരായനം നടക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യൻ അടങ്ങുന്ന സൗരയൂഥം നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്ന സമയം. അവിടെയാണ് ഏറ്റവും കൂടുതൽ നക്ഷത്രങ്ങളുള്ള സ്റ്റാർസ് എന്ന് പറയുന്നത്. 90% സ്റ്റാർസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയാം. അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ ചൈതന്യങ്ങളും ഈ സൂര്യൻ കറക്റ്റ് ഭൂമിയുടെ നേർരേഖയിലേക്ക് വരുന്ന സമയമുണ്ട്. കറക്റ്റ് പെർപെൻഡിക്കുലർ ടു ദ എർത്ത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബോധവാനായിട്ട് നട്ടല്ലൊക്കെ നിവർന്നിരിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബ്രഹ്മരന്ധ്രം വഴി നേരെ മൂലാധാരത്തിലേക്ക് എനർജി കിടക്കും. അതും സുഷുപ്ന നാഡി. അത് ഇങ്ങനെയൊന്നും സുഷുപ്ന നാഡിയിലേക്ക് വരില്ല. ഈ സമയത്ത് അത് സംഭവിക്കും. നമുക്ക് കുറച്ചും കൂടി സ്പിരിച്വൽ അനുഭവങ്ങൾ സംഭവിക്കും. ആ മൂലാധാരത്തിൽ അടങ്ങിയിരുന്ന ഈശ്വരീയ ശക്തിയെ മുകളിലേക്ക് ഉയർത്തി നേരെ സഹസ്രാരത്തിലെത്തുന്ന പരമശിവൻ ആനന്ദ നടനമാടുന്ന ശിവനിലേക്ക് ലയിക്കാൻ പറ്റും. അതാണ് ശിവരാത്രി, ശിവന്റെ രാത്രി. നമ്മൾ ശിവൻ എന്ന അവസ്ഥയെ പ്രാപിച്ച് നമ്മുടെ രാത്രിയായിട്ട് മാറ്റണം.